രമണ മഹർഷിയുടെ മഹാസമാധിക്ക് മുൻപ്, ആ മഹാസമാധി കാലഘട്ടം അടുക്കുന്നതിന് മുൻപ് ഭഗവാൻ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഭക്തന്മാർക്ക് കാണുവാനായി ധ്യാനത്തിൽ അമർന്നുകൊണ്ട് ഭക്തന്മാർ വരി വരിയായി വരുമ്പോൾ അവർക്ക് ദർശനം കൊടുത്തിരുന്നു. എങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാൻ ആളുകൾ പോകുന്നത്, അതുപോലെ തന്നെ രമണ മഹർഷിയെ കാണാൻ അല്ലെങ്കിൽ രമണ ഭഗവാനെ കാണാൻ ഭക്തജനങ്ങൾ ഒത്തുകൂടുകയും ഓരോരുത്തരായിട്ട് ഭഗവാനെ കണ്ട് നിർവൃതി അടഞ്ഞ് മാറി നിൽക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ തന്നെ ഏറ്റവും പേര് കേട്ട ഒരു വട്ടിപ്പലിശക്കാരൻ, ക്രൂരനായൊരു മനുഷ്യൻ, അതായത് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യമോ ദയയോ ആരോടും കാണിക്കാത്ത ക്രൂരനായ ഒരു വട്ടിപ്പലിശക്കാരൻ, അദ്ദേഹവും രമണ ഭഗവാനെ കാണാൻ വരിവരിയായി നിന്നിരുന്ന ഭക്തന്മാർക്കിടയിൽ ഉണ്ട് എന്ന് കണ്ട് പലരും അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇത്രയും ക്രൂരനായ ഒരാൾ ഭഗവാൻ രമണ മഹർഷിയെ കാണാൻ വരുന്നത് എന്ന് പലരും അത്ഭുതപ്പെട്ടു. പലരും ഭയന്നു, എന്തുകൊണ്ടാണ് ഇയാൾ ഈ കൂട്ടത്തിലുള്ളത് എന്ന് പലരും ചിന്തിച്ചു. ആ ഒരു സമയത്താണ് വരിവരിയായി ഓരോരുത്തരായി ഭഗവാൻ രമണ മഹർഷിയെ കണ്ടു മടങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഊഴവും വരികയാണ്. രമണ ഭഗവാനെ അടുത്ത് കാണാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഊഴവും വരികയാണ്. അതായത് ഈ ക്രൂരനായ മനുഷ്യൻ്റെ ഊഴവും വരികയാണ്. എപ്പോഴാണോ ഇദ്ദേഹം രമണ മഹർഷിയെ നേരിട്ട് കാണുന്നത്, കാരണം എല്ലാവർക്കും 1-2 സെക്കൻഡ് മാത്രമേ രമണ മഹർഷിയെ കാണാൻ സാധിക്കുകയുള്ളൂ, ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്കറിയാം, രമണ മഹർഷി എന്ന് പറയുന്നത് സാക്ഷാൽ മുരുകൻ്റെ തന്നെ അവതാരമാണ്. അദ്ദേഹം ശരീരസ്ഥനായിരുന്നപ്പോൾ തന്നെ ഈ ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് രമണ മഹർഷിയെ കാണാൻ ഒത്തുകൂടിയിരുന്നത്. പലപ്പോഴും ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകില്ല. എങ്കിൽ രമണ മഹർഷി അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നത് കൊണ്ട്, അതായത് തൻ്റെ സമാധി കാലഘട്ടമായി എന്നറിയാവുന്നത് കൊണ്ട് ഭക്തർക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊരു അവസരം ഇനി കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വരിവരിയായി ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഊഴവും എത്തി. ഇത്രയും ജനക്കൂട്ടത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഊഴവും എത്തി. രമണ മഹർഷിക്ക് മുന്നിലെത്തിയപ്പോൾ തൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഒരു പേപ്പറിൻ്റെ കഷണം രമണ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം വേഗത്തിൽ നടന്നു നീങ്ങി. അതായത് എപ്പോഴാണോ ഇദ്ദേഹത്തിൻ്റെ ഊഴം വന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ തല കുനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആ പേപ്പറിൻ കഷ്ണം നമ്മളുടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം അവിടം വിട്ട് പെട്ടെന്ന് പോകാൻ തുടങ്ങി. പക്ഷേ ഭഗവാൻ ആ പേപ്പർ തുറന്നു വായിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനു പകരം ആ ഭക്തനെ അടുത്തോട്ട് വിളിച്ച്, എത്ര ക്രൂരനുമായിക്കൊള്ളട്ടെ, പക്ഷെ ഭഗവാന്റെ ഭക്തനാണ്, ആ ഭക്തനെ അടുത്തോട്ട് വിളിച്ച് ഭഗവാൻ പറഞ്ഞു, ശരി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ശരി. ആ ഭക്തനെ അടുത്തോട്ട് വിളിച്ചു. നമ്മൾക്കറിയാം, ഓരോ സെക്കൻഡ് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം 1000 ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി. ആ സമയത്താണ് ഭഗവാൻ ഇങ്ങോട്ട് വിളിച്ച് അവനോട് പറയുന്നത്, അല്ലെങ്കിൽ ആ ഭക്തനോട് പറയുന്നത് ശരിയെന്ന്. ആ ഭക്തൻ പോയതിനു ശേഷം, ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷം അവിടെ കൂടി നിന്നിരുന്ന ഭഗവാന്റെ അനുചാരകർ എന്താണ് ആ പേപ്പറിനുള്ളിലെന്ന് കണ്ടുപിടിക്കാനായി വ്യഗ്രത കൂട്ടുകയും ആ പേപ്പർ തുറന്നു നോക്കുകയും ചെയ്തു. തുറന്നു നോക്കിയപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു എഴുത്താണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ്. ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ഇതായിരുന്നു അത്രയും വലിയ ക്രൂരനായ വട്ടിപ്പലിശക്കാരനായിട്ടുള്ള, ഒരു തരത്തിലുള്ള ദയയില്ലാത്ത ആ മനുഷ്യൻ രമണ മഹർഷിക്ക് മുന്നിൽ സമർപ്പിച്ച പേപ്പറിൽ എഴുതിയിരുന്ന കാര്യം, ഭഗവാനെ രക്ഷിക്കണേ എന്നാണ്. എങ്കിൽ അത് വായിച്ചു പോലും നോക്കാതെ രമണ മഹർഷി പറയുകയാണ് ശരിയെന്ന്. അപ്പോൾ ആ ഗുരുവിൻ്റെ തലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ആ ഗുരു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറം ദൈവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തുറന്നു നോക്കേണ്ട പോലും ആവശ്യം വന്നില്ല അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? രമണ മഹർഷി സാക്ഷാൽ മുരുകൻ തന്നെയാണ്, സാക്ഷാൽ സുബ്രഹ്മണ്യനാണ്, സാക്ഷാൽ ഭഗവാനാണ്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു കഥ കേട്ടപ്പോൾ രണ്ടാമത്തെ ആ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ്? ഭഗവാന് ഭക്തനോടുള്ള സമീപനമാണ്. നമ്മൾക്ക് പലർക്കും ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് തന്നെ, പുരാണ കഥയിലേക്കൊന്നും പോകണ്ട, അതിനു പകരം നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന അവതാര പുരുഷന്മാരുടെ ഇങ്ങനെ ചില കഥയിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഭഗവാന്റെ ഭക്തനോടുള്ള സമീപനം എന്താണെന്ന്. എന്താണ്? എത്ര വലിയ തെറ്റ് ചെയ്തവനായിക്കൊള്ളട്ടെ, എത്ര വലിയ സങ്കടത്തിലുള്ളവനായിക്കൊള്ളട്ടെ, അവൻ മനസ്സ് തിരുത്തി അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ള ബോധത്തോടു കൂടി
പൂർണ്ണ ശരണാഗതിയോടുകൂടി, ശരണാഗത ഭക്തിയോടുകൂടി ഭഗവാനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരണാഗത വത്സരനാണ് പരമാർത്ഥമുള്ള ആ ഒരു സത്യമല്ലേ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഭഗവാൻ എത്ര വലിയ പഴയ കാലമുള്ളവനാണെങ്കിലും, പോയ കാലത്തിൽ അവൻ ആരായിരുന്നെങ്കിലും, എത്ര മോശം പ്രവൃത്തി ചെയ്തവനാണെങ്കിലും ആരാണെങ്കിലും പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ, എനിക്ക് തെറ്റുപറ്റി ഞാൻ ആരുമല്ല എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് വന്ന് അഹന്തയില്ലാതായി കഴിഞ്ഞാൽ, പൂർണ്ണ ശരണാഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവൻ എത്ര വലിയ പാപം ചെയ്താലും ഭഗവാൻ അവനെ ഏൽക്കും. നമ്മൾ ഓർക്കും, വെറുതെ ഒരു പേപ്പറിൽ ഭഗവാനെ എന്നെ രക്ഷിക്കാനല്ലേ എഴുതിയത്, ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കണം, അത്രയും കാലം ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പോടുകൂടി തെറ്റ് തിരിച്ചറിഞ്ഞ് തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ മുന്നിൽ എരിച്ചു കളയുകയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ഭഗവാനെ എന്നെ രക്ഷിക്കും എന്ന് ഭക്തൻ പറയുന്നു. ഒരിക്കലും ആ ഭക്തൻ്റെ കണ്ണീരിന്, ഭക്തിക്ക് ഭഗവാന് മറുത്തൊരു വാക്ക് പറയാൻ പറ്റില്ല, ശരി എന്നല്ലാതെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, രമണ മഹർഷിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, രമണ മഹർഷിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ, സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ എന്നെ രക്ഷിക്കാൻ പറഞ്ഞാൽ, ആ ഭഗവാൻ ശരിയെന്ന് പറഞ്ഞാൽ, അതിനപ്പുറം ആ ആൾക്ക് ആ ജീവിതത്തിൽ എന്താണ് കിട്ടേണ്ടത്? ഏറ്റവും വലിയ ദൈവാവതാരങ്ങളിൽ ഒരാളായിട്ടുള്ള ആ ഭഗവാനെ തന്നെ നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു പോകാറുണ്ട്. എങ്കിൽ ആ ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുന്ന ആ മഹാപുരുഷൻ്റെ മുന്നിൽ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ഭഗവാൻ രക്ഷിക്കാം ശരി എന്ന് പറഞ്ഞാൽ, അതിനർത്ഥം അയാൾക്കെല്ലാം ലഭിച്ചു എന്നുള്ളതാണ്. അയാളെ പൂർണ്ണമായിട്ടും അയാളുടെ കർമ്മത്തിൽ നിന്ന് മുക്തിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് അവിടെ പറയാൻ തോന്നിയതും ആ ശരണാഗത ഭക്തി വന്നതും എല്ലാം നമ്മൾക്കുമുള്ളൊരു പാഠമാണ്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ ആയിരുന്നുവെങ്കിലും ഇനിയുള്ള കാലത്തിൽ പൂർണ്ണ ശരണാഗതിയോടുകൂടി, പൂർണ്ണ ഭക്തിയോടുകൂടി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാന് ശരിയെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കില്ല. ഭഗവാൻ പൂർണ്ണമായും നമ്മളുടെ ജീവിതം ഏറ്റെടുക്കും. അങ്ങനൊരവസ്ഥ വരുമെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് ബോധ്യപ്പെട്ടത്. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പലർക്കും എതിർ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾക്ക് ഭക്തിയുണ്ടോ, ശരണാഗതിയുണ്ടോ, അപ്പോൾ ആ നിമിഷം നമ്മുടെ ജീവിതം മാറും. ആ ഒരു ഭാവം വരുന്നതിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രങ്ങൾ ജപിക്കുന്നത്, നാമം ജപിക്കുന്നത്, ഇതെല്ലാം അതിനു വേണ്ടിയാണ്. പക്ഷെ നമ്മൾ പലർക്കും, ഇപ്പോൾ എനിക്കാണെങ്കിലും കേൾക്കുന്നവർക്കാണെങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചികഞ്ഞ് നോക്കിയാൽ അറിയാം, അത്രയ്ക്ക് വലിയ ശരണാഗതിയോ ഭക്തിയോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ അത്ര വലിയ ഭക്തരുമല്ല. പക്ഷെ ആ ഒരു തലത്തിലെത്തി കഴിയുമ്പോൾ പിന്നെ എല്ലാം ഭഗവാനാണ് നോക്കുന്നത്. അതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായത്. അവിടെ കൂടി നിന്നിരുന്ന എല്ലാവർക്കും അയാൾ ഒരു ക്രൂരനായ മനുഷ്യനായിട്ടാണ് മനസ്സിലായത്. പക്ഷേ ഭഗവാൻ അയാളൊരു ഭക്തൻ മാത്രമായിരുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും അയാളൊരു ക്രൂരനായ മനുഷ്യനായിരുന്നു. പണ്ട് ആ കാര്യം ചെയ്ത ആളാണ്, ഈ കാര്യം ചെയ്ത ആളാണ്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മറന്ന് തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കി തിരുത്തി പൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടി, പൂർണ്ണമായ സമർപ്പണ ഭാവത്തോടു കൂടി വന്ന ഒരു ഭക്തൻ മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം ബോധ്യപ്പെടും: മറ്റുള്ളവരെന്ത് നമ്മളെക്കുറിച്ച് പറഞ്ഞാലും, മറ്റുള്ളവരെന്ത് നമ്മളെക്കുറിച്ച് കരുതിയാലും, നമ്മൾ ആരാണെന്നും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ബോധം എന്താണെന്നും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, നമ്മൾക്ക് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അല്ലാതെ നമ്മൾ സ്വയം പ്രഖ്യാപിച്ച് ഭക്തനാണെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരാൾ ഭക്തനല്ല, അവൻ വെറും താഴ്ന്ന ആളാണ്, അവൻ ഇതാണ് അതാണ്, അവൻ്റെ ജാതിയോ മതമോ, അവൻ എവിടുന്ന് വരുന്നു, അവൻ്റെ വർഗമോ വർണ്ണമോ അവൻ്റെ സ്വഭാവമോ പോയ കാലമോ പറ്റിയ തെറ്റോ എന്തും അയാളെക്കുറിച്ച് പറഞ്ഞാലും, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ ഭക്തനാണെങ്കിൽ ഭഗവാൻ അറിയാം അയാൾ എൻ്റെ ഉത്തമനായ ഭക്തനാണെന്ന്. എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും രമണ ഭഗവാൻ വിളിച്ചതുപോലെ ആ ഭഗവാൻ നമ്മളെ വിളിക്കും. ഭഗവാൻ ഭക്തി മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ് ഈ ഒരു കഥ. ആ ഭക്തൻ ചിലപ്പോൾ പണക്കാരനായിരിക്കാം, പാവപ്പെട്ടവനായിരിക്കാം, ആരുമായിരിക്കാം, ഇനി പോയ കാലത്ത് ചില തെറ്റുകൾ പറ്റിയ ആൾ പോലുമായിരിക്കാം. എങ്കിലും അയാൾക്ക് ശരണാഗതി പ്രാപിക്കണം ഭഗവാനിൽ എന്ന് തോന്നലുണ്ടെങ്കിൽ അതിനർത്ഥം അയാളുടെ കർമ്മം അയാൾ തന്നെ അനുഭവിച്ചു തീർത്തു എന്നുള്ളതാണ്. കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീർത്ത് പറ്റിയ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് ശരണാഗതി പ്രാപിക്കാൻ തോന്നുകയുള്ളൂ. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു തോന്നൽ വരണമെങ്കിൽ തന്നെ നമ്മളുടെ സമയമായി, നമ്മളുടെ കർമ്മങ്ങളെല്ലാം തീരാൻ സമയമായി, അല്ലെങ്കിൽ അത്രയും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെയ്ത തെറ്റിനുള്ള
പ്രായച്ചിത്തം എല്ലാം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മളുടെ യഥാർത്ഥ സമയം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ശരണാഗതി തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് ഈ ഒരു ശരണാഗത ഭക്തി തോന്നുന്നുണ്ടെങ്കിൽ, ഭഗവാനിനെല്ലാം സമർപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നമ്മളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു, നമ്മൾക്കും ജീവിതത്തിൽ സമയമായിരിക്കുന്നു ജീവിതം മാറ്റാൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്.